പ്രൈസ് ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദുരിതം അനുഭവിക്കുന്ന തന്റെ ജനത്തോട് കർത്താവ് കരുണ കാണിക്കും എന്നതിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകർക്ക് മനസ്സിലൊരു ധാരണയുണ്ട്. ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി 5 ദിവസം താമസിച്ച് ധ്യാനം കൂടുമ്പോഴാണ് യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുന്നത്. ടെലിവിഷൻ ശുശ്രൂഷയിൽ വചനം കേൾക്കുമ്പോൾ കാര്യമായിട്ടൊന്നും സംഭവിക്കുകയില്ല. വചനം കേൾക്കാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വചനം ടെലിവിഷനിലൂടെ കേൾക്കുമ്പോൾ രോഗശാന്തി സംഭവിക്കുകയില്ല എന്നൊരു ധാരണ അനേകരുടെ ഹൃദയങ്ങളിലുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഈ ധാരണയെ തിരുത്തി കുറിച്ചുകൊണ്ട് കർത്താവ് ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ വചന ശുശ്രൂഷ ചെയ്തപ്പോൾ അനേകായിരങ്ങളെ സുഖപ്പെടുത്തിയ 100 കണക്കിന് ഒരുപാട് ലെറ്ററുകളും സാക്ഷ്യങ്ങളും ടെലിഫോൺ കോളുകളും സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ലഭിച്ചിട്ടുണ്ട്. വചന ശുശ്രൂഷ ടെലിവിഷനിലൂടെ കേൾക്കുമ്പോൾ തന്നെ രോഗികൾക്ക് സൗഖ്യങ്ങളുണ്ടാവും. കടബാധിതയിരിക്കുന്നവരുടെ കടബാധിത മേഖലകൾ ദൈവത്തിന് ഇടപെടലുണ്ടാവും. ഒരു കുടുംബത്തിൽ എന്ത് വേദനയിലാണ് കുടുംബം ഇരിക്കുന്നത്, ആ വേദനയുടെ മേൽ ദൈവം ഇടപെടും. 1-2 അനുഭവങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ പേര് ഫിലോമിന, വീട്ടുപേര് കിഴക്കേ ചൂരിക്കപ്രായിൽ, വീട് കുറവലങ്ങാട്. എന്റെ ചാച്ചന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ എന്റെ ചാച്ചന് ഷുഗർ കൂടുതലായതിന്റെ ഫലമായി കാലിലെ വ്രണം പഴുത്ത് വിരൽ മുറിക്കുന്നതിനായി കാരിത്താസ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുകയും അവിടെ വെച്ച് വാൽവ് ചുരുങ്ങുന്ന അസുഖമുണ്ടായി ICUവിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. അറിയിക്കാനുള്ളവരെല്ലാം അറിയിക്കുവാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. 2 ദിവസത്തിൽ കൂടുതൽ ജീവിക്കുകയില്ല എന്ന് ഡോക്ടർ അന്തിമമായി വിധി പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചു. അപ്പോൾ എന്റെ ഭർത്താവ് അട്ടപ്പാടിയിൽ ധ്യാനിക്കുവാൻ വേണ്ടി ധ്യാന കേന്ദ്രത്തിലേക്ക് പോയി. അവിടെ പ്രാർത്ഥിച്ചു. ടെലിവിഷൻ ശുശ്രൂഷകളുടെ സമയത്ത് ഞങ്ങളും പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ടെലിവിഷൻ ശുശ്രൂഷ സമയത്തും എന്റെ ഭർത്താവ് അട്ടപ്പാടിയിൽ ധ്യാന കേന്ദ്രത്തിൽ പോയും പ്രാർത്ഥിച്ചു. തിരിച്ചു വന്നു. എന്തായാലും എന്റെ ചാച്ചന്റെ ദേഹത്തിന്റെ ഭാരമെല്ലാം വിട്ടുപോകുന്ന പോലെ എന്റെ ചാച്ചന് തോന്നി. മൂത്രം ഒഴിക്കണമെന്ന് പറഞ്ഞ് ചാച്ചൻ കക്കൂസിലേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം ചോറുണ്ണുകയും ചായ കുടിക്കുകയും ചെയ്തു. കാലിലുണ്ടായിരുന്ന നീരും തത്സമയം വിട്ടുപോയി. 3-ാം ദിവസം ഞങ്ങളെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. പിന്നീട് ഇതുവരെ ആ വിഷമം ഞങ്ങൾക്കുണ്ടായിട്ടില്ല. ഇത് 2007 ഒക്ടോബർ മാസത്തിലാണ് സംഭവിച്ചത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്യധികം ക്രിട്ടിക്കൽ സ്റ്റേജിൽ കടന്നിരുന്ന ഒരു വ്യക്തിയെ അവർ സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടിയപ്പോഴും ടെലിവിഷൻ ശുശ്രൂഷകളുടെ സമയത്ത് പ്രാർത്ഥിച്ചപ്പോഴും ദൈവം അത്ഭുതകരമായി സൗഖ്യപ്പെടുത്തിയ സംഭവമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. മറ്റൊരു അനുഭവം നമ്മുടെ ശ്രദ്ധയിലേക്ക് കർത്താവ് കൊണ്ടുവരികയാണ്. എന്റെ പേര് ജോസ്ഫീന, സ്ഥലം ചൂർ. ഞങ്ങൾക്ക് ഒരു നല്ല തുക കടമുണ്ടായിരുന്നു. മകളുടെ വിവാഹം നടത്താനുണ്ടായിരുന്നു. അതുകൊണ്ട് വീടും പറമ്പും വിൽക്കാൻ തീരുമാനിച്ചു. പക്ഷെ വില കൊണ്ട് ആരും അടുക്കുന്നില്ല, ഒന്നും ശരിയാകുന്നില്ല. അങ്ങനെ ഞങ്ങൾ വളരെ വിഷമിച്ചു. അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ജൂൺ മാസം 17-ാം തീയതിയിലെ ടെലിവിഷൻ പ്രോഗ്രാമിന്റെ സമയത്ത് ഞങ്ങളുടെ കുടുംബം മുഴുവൻ കണ്ണീരോടെ സ്ഥലം വിറ്റ് വിവാഹം നടക്കാനും പുതിയൊരു സ്ഥലം വാങ്ങിക്കാനും അങ്ങനെ കടം വീട്ടാനും എല്ലാം നടക്കാൻ വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അതിന്റെ ഫലമായി പ്രാർത്ഥിച്ചതിന്റെ 3-ാം നാൾ വളരെ വലിയ വിലയ്ക്ക് ഞങ്ങൾ സ്ഥല വിൽപ്പന നടന്നു. അതിനുശേഷം നല്ലൊരു സ്ഥലം വാങ്ങിക്കാനും കല്യാണം നടത്താനും കടം വീട്ടാനും ഞങ്ങൾക്ക് സാധിച്ചു. ഇന്ന് ഞങ്ങൾ സമാധാനത്തിൽ ജീവിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഒരു കുടുംബത്തിൽ ടെലിവിഷൻ പ്രോഗ്രാമിൽ ഭക്തിപൂർവ്വം പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ചെയ്ത അത്ഭുതത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, നിന്റെ കുടുംബത്തിലും ഇത് നിനക്ക് അവകാശമായി കിട്ടും. ഇന്ന് വിശ്വാസത്തോടെ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമോ? ഇന്ന് കർത്താവിന്റെ സന്നിധി ഹൃദയത്തെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുമോ? പാപത്തെക്കുറിച്ച് അനുദപിച്ച് യേശുവിനെ വിളിക്കുമോ? നിന്റെ കുടുംബത്തിലും ഇത് അവകാശമായി കിട്ടും. കടബാധിതരുടെ പ്രശ്നമുണ്ടോ? സ്ഥലം വിൽക്കാൻ പറ്റാതെ ഭാരപ്പെടുക എന്ന ഒരു സാഹചര്യമാണെങ്കിൽ യേശുവിനോട് പറയുക. കുടുംബത്തിൽ രോഗം വിട്ടുപോകാത്ത അവസ്ഥയാണെങ്കിൽ യേശുവിനോട് പറയുക. ഒരുപക്ഷെ നിങ്ങളുടെ മരണം പ്രതീക്ഷിച്ച് കഴിയുന്ന ഒരു അന്തരീക്ഷമായിരിക്കാം. ഈ ഒരിക്കലും സൗഖ്യപ്പെടില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിക്കപ്പെട്ട അന്തരീക്ഷം
അന്തരീക്ഷത്തിൽ വീട്ടിൽ കഴിയുന്ന ഒരു സാഹചര്യമാകാം. എങ്കിലും മകനെ, മകളെ, നിന്റെ ഹൃദയത്തിന്റെ പ്രത്യാശ നീ കൈവെടിയരുത്. യേശുവിന്റെ നാമത്തെ വിളിക്കുക. യേശുവിന്റെ നാമത്തിൽ അത്ഭുതമുണ്ട്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്. ഇപ്പോൾ കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി എല്ലാവരും ഈ കൂട്ടായ്മയോട് ചേർന്ന് ഈ സമയത്ത് ലോകമെമ്പാടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 10,000ങ്ങളോട് ചേർന്ന് ഇപ്പോൾ മകനെ, മകളെ, യേശുവിനെ വിളിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കെട്ടുകൾ അഴിയട്ടെ. കുടുംബങ്ങളിൽ അഭിഷേകം നിറയട്ടെ. വിശുദ്ധി നിറയട്ടെ. വിശ്വാസം നിറയട്ടെ. യേശുവിന്റെ നാമത്തിന്റെ ശക്തി നിറയട്ടെ. യേശുവിന്റെ നാമത്തിൽ അന്ധകാരങ്ങൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ തരത്തിലുള്ള കടബാധിത കെട്ടുകളും അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബം ഉണരട്ടെ. വിശ്വാസം ജ്വലിക്കട്ടെ. ദൈവമക്കൾ ഒന്നിച്ചു കൂടട്ടെ. കുടുംബത്തിൽ ദൈവാരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും വിശ്വാസത്തിനും വചനശ്രവണത്തിനും തടസ്സം നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറിപ്പോകട്ടെ. ഇപ്പോൾ അഭിഷേകം കുടുംബത്തിലേക്ക് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദുരിതം അനുഭവിക്കുന്ന തന്റെ ജനത്തോട് കർത്താവ് കരുണ കാണിക്കും എന്നതിനെ കുറിച്ചത്രേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 49 അധ്യായത്തിൽ 13 വാക്യത്തിന്റെ അവസാന ഭാഗം. ദുരിതം അനുഭവിക്കുന്ന തന്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും. ദുരിതം അനുഭവിക്കുന്ന തന്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും. പ്രൈസ് ദി ലോർഡ്. അച്ഛനൊരു സംഭവം നിങ്ങളോട് പറയാം. ഈ അടുത്ത കാലത്ത് അച്ഛൻ ഒരു വിദേശ രാജ്യത്ത് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു കുടുംബനാഥനെയും കുടുംബനാഥയെ അച്ഛൻ പരിചയപ്പെട്ടു. അവർ പറഞ്ഞത് എങ്ങനെയാണ്? അച്ഛാ, ഞങ്ങളുടെ കുടുംബം ഒരുപാട് തകർന്ന കുടുംബമാണ്. ഏതാണ്ട് 60 ലക്ഷത്തോളം ഉറുപ്പിക കടമുണ്ടായിരുന്നു അച്ഛാ. അങ്ങനെ ഇരിക്കുമ്പോ ഒരു വിധത്തിൽ നാട്ടിൽ നിന്ന് ഓടിപ്പോരുന്ന പോലെയാണ് ഞാൻ ഈ വിദേശ രാജ്യത്തേക്ക് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ വെറും കള്ളിമുണ്ടും തോർത്തുവിട്ട് സാധാരണ വേഷത്തിൽ എന്റെ വീട്ടിൽ നിന്ന് നെടുമ്പാശ്ശേരി വരെ എത്തി. അതിനുശേഷം നെടുമ്പാശ്ശേരിയിൽ വെച്ചാണ് ഞാൻ ഡ്രസ്സ് മാറി പാൻസും ഷർട്ടും ഇട്ട് ഞാൻ എയർപോർട്ടിൽ വിമാനം കയറിക്കൊണ്ട് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ നാട് വിട്ടു പോകുകയാണെന്ന് കടക്കാർ അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ പിടിച്ചു നിർത്തി തടവിലാക്കുമായിരുന്നു. അതുകൊണ്ട് ഞാൻ വിദേശത്തേക്ക് പോരുമ്പോൾ ആരും സംശയിക്കാതിരിക്കാൻ വേണ്ടി ഒരു കള്ളിമുണ്ടും ഒരു തോർത്തും തോളയിലിട്ട് ഞാൻ സാധാരണക്കാരനെ പോലെ പോയി അവസാനം നെടുമ്പാശ്ശേരി വെച്ചാണ് ഞാൻ ഡ്രസ്സ് മാറി ഞാൻ ഈ രാജ്യത്തേക്ക് പോകുന്നത്. ഒരു വിസിറ്റിംഗ് വിസയിൽ ഒരു അഭയാർത്ഥിയെ പോലെ ഓടി വന്ന ഒരവസ്ഥയായിരുന്നു എന്റെ അവസ്ഥ. 60 ലക്ഷത്തിലധികം ഉറുപ്പിക നാട്ടിൽ കടമുണ്ടായിരുന്ന ചാ. എന്നാൽ ഞാനിവിടെ വന്ന് ഒന്നുമില്ലാത്തവനായി ഞാൻ ഈ നാട്ടിൽ വന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. നാട്ടിൽ വെച്ച് ഒരുപാട് ദുരിതങ്ങളും ഒരുപാട് തകർച്ചകളും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു. പലരും ഞങ്ങളെ മനഃപൂർവ്വം വിഷമിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന്റെയൊക്കെ ഫലമായി വന്ന കടമാണ് ഇതെല്ലാം. എങ്കിലും ശരി, അതെല്ലാം കർത്താവിന്റെ നാമത്തെ ഏറ്റെടുത്ത് എല്ലാവരോടും കൊടുക്കാന്ന് പറഞ്ഞിട്ട് പോന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഞാൻ 3 മാസത്തെ വിസിറ്റിംഗ് വിസയ്ക്കാണ് വന്നതെങ്കിലും എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഇന്ന് ഞാൻ ആ 60 ലക്ഷം കടവും വീട്ടി 6-7 കോടി രൂപയുടെ സ്വത്ത് ദൈവം ദാനമായി എനിക്ക് തന്നച്ചാ. ഞാൻ വലിയ പഠിപ്പോ വലിയ ക്വാളിഫിക്കേഷനോ ഉള്ള വ്യക്തിയാണെന്ന് അച്ഛൻ ധരിക്കരുത്. ഞാൻ സാധാരണ ഒരു മനുഷ്യൻ, കടം കൊണ്ട് നിക്കപ്രതി ഇല്ലാതെ നാട്ടിൽ നിന്ന് ഓടിപ്പോന്നവൻ. എന്നാൽ ഇവിടെ വന്നപ്പോൾ എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ച് ഞാൻ ആ 3 മാസം വിസിറ്റിംഗ് വിസയ്ക്ക് ഇവിടെ നിൽക്കുന്ന സമയത്ത്, ഇങ്ങനെ വെറുതെ നടക്കുന്ന സമയത്ത് ഈ നാട്ടിലുള്ള ഒരു വ്യക്തിയുമായി പരിചയപ്പെട്ടു. ആ വ്യക്തി നേഴ്സുമാരെ ഈ രാജ്യത്തേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഡയറക്ടർ ബോർഡിൽ ഒരു അംഗമായിരുന്നു. അങ്ങനെ അദ്ദേഹം എന്നോട് ഇടപെട്ടു, സംസാരിച്ചു. നേഴ്സുമാരെ നാട്ടിൽ നിന്ന് ഈ രാജ്യത്തേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു ഏജന്റായി എന്നെ ചുമതലപ്പെടുത്തി. ഞാൻ അങ്ങനെ 100 കണക്കിന് 600-ലധികം നേഴ്സുമാരെ ഞാൻ മുൻകൈ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ജോലി പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ എനിക്കൊരു ജോലിയും ദൈവം തന്നു. എന്റെ ജോലി വഴിയും അതുപോലെ എന്റെ ഈ പ്രവർത്തനങ്ങൾ വഴിയും എന്റെ കടബാധ്യത എല്ലാം 60 ലക്ഷത്തിൽ പരം വരുന്ന കടബാധ്യത എല്ലാം വീട്ടി സമ്പത്തെല്ലാം എടുത്ത് 6-7 കോടി ഉറുപ്പിയുടെ അടിസ്ഥാന മുതലുള്ള വ്യക്തിയായി എന്റെ കുടുംബത്തെ കർത്താവ് ഉയർത്തി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മകന് വേണ്ടി ഞാൻ കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിച്ചപ്പോൾ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 35 അധ്യായം 13 വാക്യം കർത്താവ് വെളിപ്പെടുത്തി. പ്രഭാഷകൻ 35:13. തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും. അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. ഏതെങ്കിലും സാഹചര്യത്തിൽ ആരെങ്കിലും മനഃപൂർവ്വം നിങ്ങളെ വേദനിപ്പിക്കുകയോ മനഃപൂർവ്വം നിങ്ങളുടെ സമ്പത്ത് പിടിച്ചു പറിക്കുകയോ മനഃപൂർവ്വം നിങ്ങളെ ദുഃഖിപ്പിക്കുകയോ ചെയ്തെങ്കിൽ നിങ്ങൾ ദൈവനാമത്തിൽ അത് സ്വമനസ ഏറ്റെടുത്താൽ തിന്മയ്ക്ക്
അടിമപ്പെട്ടു പോയവന്റെ, തിന്മയ്ക്ക് വിധേയനായവന്റെ, മറ്റുള്ളവരാൽ തകർക്കപ്പെട്ടവന്റെ, മറ്റുള്ളവരാൽ മർദ്ദിക്കപ്പെട്ടവന്റെ, മറ്റുള്ളവരാൽ പിടിച്ചുപറിക്കപ്പെട്ടവന്റെ, വഞ്ചിക്കപ്പെട്ടവന്റെ ആ വേദന കർത്താവ് കാണും. കർത്താവ് അവന്റെ പ്രാർത്ഥന വേഗം കേൾക്കും. കർത്താവ് അവന്റെ വഴികളിൽ അവനെ അനുഗ്രഹിക്കും. ഇതാണ് ദൈവത്തിന്റെ വചനത്തിൽ ദൈവം പ്രബോധിപ്പിക്കുന്നത്. പ്രഭാഷകൻ 35:13 തിന്മയ്ക്ക് വിധേയനായവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. അനാഥന്റെ പ്രാർത്ഥനയോ വിധവയുടെ പരാതികളോ അവിടുന്ന് അവഗണിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. സാമുവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകത്തിൽ 6, 7, 8 വാക്യങ്ങളിൽ ഒരു രഹസ്യമുണ്ട്. 1 സാമുവേൽ ആദ്യത്തെ അധ്യായം, 1-ാമത്തെ അധ്യായം, ആദ്യത്തെ പാരഗ്രാഫ്. അവിടെ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. എഫ്രായിം മലനാട്ടിലെ റമാത്തായിലെ സൂഫ് വംശജനായ ഏൽക്കാനയ്ക്ക് 2 ഭാര്യമാർ. ഒരു ഭാര്യയുടെ പേരാണ് പെനീന്ന, രണ്ടാമത്തെ ഭാര്യയുടെ പേരാണ് ഹന്ന. പെനീന്നായും ഹന്നായും ഈ 2 ഭാര്യമാരോടുകൂടെ ഏൽക്കാന ജീവിച്ചു വരവേ പെനീനായിക്ക് മക്കളുണ്ടായി. ഹന്ന മക്കളില്ലാത്ത വന്ധിയായിരുന്നു. ഹന്നായിക്ക് മക്കളില്ലാത്തതുകൊണ്ട് പെനീന്ന ഹന്നായെ എപ്പോഴും കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. ഹന്ന എന്നും ഈ വേദന സഹിച്ചു, എന്നും ഈ കുത്തുവാക്കുകൾ സഹിച്ച്, മനസ്സ് മുറിക്കുന്ന കുത്തുവാക്കുകൾ കേട്ട് ഹന്ന കരഞ്ഞ്. ബൈബിളിൽ സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 7, 8 വാക്യങ്ങൾ, സപത്നി അവളെ വേദനിപ്പിച്ചിരുന്നു. വന്ധ്യത നിമിത്തം അവൾ ദുഃഖത്തിലാണ്ടു. ആണ്ടുതോറും കർത്താവിന്റെ ഭവനത്തിലേക്ക് പോയിരുന്നപ്പോഴൊക്കെ അവൾ ഹന്നായെ പ്രകോപിപ്പിച്ചിരുന്നു. അതിനാൽ ഹന്ന കരയുകയും ഭക്ഷണം കഴിക്കാതിരിക്കുകയും ചെയ്തു. ഭർത്താവായ ഏൽക്കാന അവളോട് ചോദിച്ചു, ഹന്ന, നീ കരയുകയും ഭക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്ന് പറഞ്ഞ അത്രയും വേദന ഹന്ന സഹിച്ചിരുന്നു. ഭർത്താവിന്റെ കൂടെ 2 ഭാര്യമാര് ഒന്നിച്ച് ദേവാലയത്തിലേക്ക് പോവുകയാണ്. ഈ ദേവാലയത്തിൽ 2 ഭാര്യമാർ ഒന്നിച്ചു പോകുമ്പോൾ മക്കളുള്ള ഭാര്യ മക്കളില്ലാത്ത വന്ധിയായ ഭാര്യയെ കുത്തുവാക്ക് പറഞ്ഞ് പ്രകോപിപ്പിക്കുക, മുറിപ്പെടുത്തുക, വേദനിക്കുക. അതുകൊണ്ട് മക്കളില്ലാത്ത വന്ധിയായ ഹന്ന പെനീന എന്ന സപത്നിയുടെ സ്വരം കേട്ട്, കുത്തുവാക്കുകൾ കേട്ട് ആഴ്ചകളോളം, ദിവസങ്ങളോളം ദുഃഖിക്കുകയും കരയുകയും ഭക്ഷണം കഴിക്കാതെ ഇരിക്കുകയും ചെയ്തിരുന്നു. എന്ന് പറഞ്ഞ തിന്മയ്ക്ക് വിധേയനായ, തകർക്കപ്പെട്ട, വേദനിപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഹന്ന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനാൽ ഹന്ന ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ഹന്നയുടെ പ്രാർത്ഥന കേട്ട് ലോകോത്തരനായ ഒരു വിശുദ്ധനെ, ഒരു പ്രവാചകനെ ഹന്നായിക്ക് പുത്രനായി കർത്താവ് നൽകി. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 113-ാം സങ്കീർത്തനത്തിൽ 7, 8 വാക്യങ്ങൾ, 113-ാം സങ്കീർത്തനത്തിൽ 7, 8 വാക്യങ്ങൾ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ എപ്പോഴും തിന്മയ്ക്കും വഞ്ചനയ്ക്കും പലതരത്തിലുള്ള കുത്തുവാക്കുകൾക്കും വിധേയപ്പെടുന്ന ഒരു സാഹചര്യമാണെങ്കിൽ കർത്താവ് പഠിപ്പിക്കുകയാണ്, അവരെ ഞാൻ അനുഗ്രഹിച്ചുയർത്തും. സങ്കീർത്തനം 113:7 അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. സങ്കീർത്തനം 113:9 അവിടുന്ന് വന്ധിക്ക് വസതി കൊടുക്കുന്നു, അവളെ മക്കളെ നൽകി സന്തുഷ്ടയാക്കുന്നു. കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. മകനെ, മകളെ, നിന്റെ ദുഃഖം എന്താ? നിന്റെ വേദന എന്താ? കടബാധ്യത ഓർത്താണോ നീ ഇന്ന് സമൂഹത്തിൽ വേദനിക്കുന്നത്? നിന്റെ മക്കൾക്ക് ജോലിയില്ലാത്തൊരു അവസ്ഥ ഓർത്താണോ നിന്റെ മനസ്സൊന്ന് ദുഃഖിക്കുന്നത്? ഒരു കുഞ്ഞില്ലാത്തതിന്റെ വേദനയാണോ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? നിന്റെ മക്കൾ പഠിക്കുന്നില്ല, നിന്റെ മക്കൾ സുബോധത്തിൽ നേർവഴിക്ക് നടക്കുന്നില്ല, നിന്റെ മക്കൾ മദ്യപാനത്തിലും ദുർവൃത്തിയിലും ഒഴുകിയിരിക്കുന്നു എന്നതിനെ ഓർത്താണോ ഇന്ന് ഹൃദയം തകരുന്നത്? നിന്റെ ജീവിത പങ്കാളിയെയും നിന്റെ മാതാപിതാക്കളെ ഓർത്ത് നീ എന്തിനു വേണ്ടി കരയുന്നത്? മകനെ, നിന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. നീ ഹൃദയം തകരരുത്, നീ നിരാശപ്പെടരുത്. നീ കർത്താവിന്റെ സന്നിധിയിൽ ഹൃദയത്തെ തുറക്കുക. കർത്താവ് തിന്മയ്ക്ക് വിധേയനായവന്റെ, വേദനയ്ക്ക് വിധേയനായവന്റെ, ദുരിതം അനുഭവിക്കുന്നവന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് വിശുദ്ധ ലിഖിതത്തിൽ വാഗ്ദത്തം നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ അവിടുന്ന് പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യം, എന്തെന്നാൽ കർത്താവ് അവരുടെ പക്ഷത്ത് നിൽക്കുകയും അവരുടെ മുതൽ കൈക്കലാക്കുന്നവരുടെ ജീവൻ അപഹരിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയെ മനഃപൂർവ്വം മറ്റൊരാൾ പീഡിപ്പിച്ചാൽ, മനഃപൂർവ്വം അവരുടെ വസ്തുക്കൾ തട്ടിപ്പറിച്ചെടുത്താൽ,
മനഃപൂർവ്വം അതിർത്തികല്ല് മാറ്റിയിട്ട് നിന്നെ വേദനിപ്പിച്ചാൽ, മനഃപൂർവ്വം നിന്റെ ജോലി നഷ്ടപ്പെടുത്തിയാൽ, മനഃപൂർവ്വം നിന്റെ പ്രമോഷൻ നഷ്ടപ്പെടുത്തിയാൽ, നിന്റെ പക്ഷത്ത് ആരാണോ തിന്മയ്ക്ക് വിധേയനാകണത്, ആരാണോ വഞ്ചനയ്ക്ക് വിധേയനാകണത്, ആരാണോ അകൃത്യത്തിന് വിധേയനാകണത്, അവന്റെ പക്ഷത്ത് കർത്താവ് നിൽക്കുമെന്ന് കർത്താവ് സുഭാഷിതങ്ങൾ 22-ാം അധ്യായത്തിൽ 23-ാമത്തെ വാക്യത്തിൽ വാക്ക് നൽകിയിരിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ നിമിഷങ്ങളിൽ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഒത്തിരി കാലങ്ങളായി പലതരത്തിലുള്ള സാഹചര്യങ്ങളിൽ തിന്മയും ദുരിതവും പാപവും രോഗവും വഹിച്ച് തളരുന്ന എന്റെ കുടുംബത്തിലേക്ക് വരണമേ. പ്രഭാഷകൻ 21-ാം അധ്യായത്തിൽ 5-ാം വാക്യം, പ്രഭാഷകൻ 21:5, ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, അവന് നീതി ലഭിക്കാൻ വൈകുകയില്ല, കാരണം ദൈവം അവന് വേണ്ടി ഇടപെടും. ദരിദ്രന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു, അവന് നീതി ലഭിക്കാൻ വൈകുകയില്ല. ആ 60 ലക്ഷം കടമുള്ള നിസ്സഹായനായ മനുഷ്യൻ, ഒരു കള്ളനെ പോലെ, ഒരു അഭയാർത്ഥിയെ പോലെ ഇവിടുന്ന് ഓടിപ്പോയ ആ മനുഷ്യൻ കർത്താവിന്റെ സന്നിധിയിൽ വെറും കൈയോടെ നിന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് തിരിച്ചു കൊടുക്കാൻ ഒന്നുമില്ല, 60 ലക്ഷത്തിന്റെ കടബാധ്യതയുണ്ട്, അനുഗ്രഹിക്കണം. പ്രാർത്ഥിച്ച് ദൈവ പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച് ഇന്ന് സമാധാനത്തോടെ കർത്താവിനെ ആരാധിച്ച് ജീവിക്കാൻ ആ കുടുംബത്തെ കർത്താവ് അഭിഷേകം ചെയ്ത്, മകനെ പ്രാർത്ഥിക്കുക, മകളെ പ്രാർത്ഥിക്കുക. ദൈവമേ, ഈ നിമിഷത്തിൽ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ കർത്താവേ. തകർന്ന മനസ്സിന്റെ വേദനകൾ ഈ നിമിഷം 10,000ങ്ങളുടെ ദുഃഖങ്ങളോട് ചേർത്ത് പിതാവേ തിരുസന്നിധാനത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. രോഗത്തിന്റെ, തകർച്ചയുടെ, കടബാധ്യതയുടെ, പട്ടിണിയുടെ, ദാരിദ്ര്യത്തിന്റെ, ജോലിയില്ലായ്മയുടെ, വിവാഹം നടക്കാത്തതിന്റെ, മക്കളില്ലാത്തതിന്റെ, കുഞ്ഞുങ്ങൾ പഠിക്കാത്തതിന്റെ, മക്കളെ ഓർത്തുള്ള ആകുലതയുടെ ഓരോ ദുഃഖങ്ങളും ഓരോ ഭാരങ്ങളും സമർപ്പിക്കുന്നു. വിധവയുടെ പരാതികൾ പിതാവേ തിരുസന്നിധാനത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അനാഥന്റെ നിലവിളികൾ പിതാവേ 10,000ങ്ങളുടെ പ്രാർത്ഥനകളോട് ചേർത്ത് തിരുസന്നിധാനത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വാർദ്ധക്യ സഹജമായ പീഡ അനുഭവിച്ച് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട അഗതികളുടെ ഓരോരുത്തരുടെയും കണ്ണുനീരും വേദനയും പിതാവേ ലോകമെമ്പാട് അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ ബലികളോട് ചേർത്ത് 10,000ങ്ങളുടെ പ്രാർത്ഥനയോട് ചേർത്ത് ഈ നിമിഷം തിരുസന്നിധാനത്തിലേക്ക് സമർപ്പിക്കുന്നു. എനിക്ക് ആരുമില്ല എന്ന വിധത്തിൽ എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട തകർന്ന ജീവിതങ്ങളുടെ തകർച്ചയുടെ നടുവിൽ നിന്നുള്ള നിലവിളി ഇപ്പോൾ ലോകത്തിലുള്ള അനേകായിരങ്ങളുടെ പ്രാർത്ഥനകളോട് ചേർത്ത് പിതാവേ തിരുസന്നിധാനത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ പ്രാർത്ഥന കേൾക്കണമേ. എല്ലാവരും സ്തുതിക്കുന്നു. മക്കളെ, ഇപ്പോൾ യേശുവിനോട്, യേശുവിന്റെ സന്നിധിയിൽ, പിതാവിന്റെ സന്നിധിയിൽ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതങ്ങൾ നടക്കട്ടെ കർത്താവേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ഉന്നത ശക്തി വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ കുടുംബത്തിന്റെ കെട്ടുകൾ അഴിയട്ടെ. ഇന്ന് വരെ നടക്കാത്ത ഓരോ ദുഃഖ പീഡകളിലേക്ക്, ഇന്ന് വരെ വിട്ടുമാറാത്ത ഓരോ തകർച്ചകളിലേക്ക്, ഇന്ന് വരെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കാണാത്ത ഓരോ വേദനകളിലേക്ക് ഇപ്പോൾ ദൈവമായ കർത്താവിന്റെ ശക്തി അത്ഭുതകരമായി പ്രവഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇത് സംഭവിക്കട്ടെ. യേശുവിന്റെ അത്ഭുത നാമത്തിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ തിരുരക്തശക്തിയിൽ ഇത് സംഭവിക്കട്ടെ. യേശുവിന്റെ വചനത്തിന്റെ ശക്തിയിൽ സംഭവിക്കട്ടെ. ദൈവത്തിന്റെ വാഗ്ദാന പ്രകാരം തന്നെ ഇപ്പോൾ ഈ സംഭവങ്ങൾ, ഈ കാര്യങ്ങളിൽ ദൈവത്തിന്റെ അത്ഭുത ഇടപെടൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. എരിയും മെഴുതിരി പോലെൻ ഹൃദയം ഉരുകും നേരം, എരിയും മെഴുതിരി പോലെൻ ഹൃദയം ഉരുകും നേരം, അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എന്റെയുള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എന്റെയുള്ളം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ,
വന്തിക്ക് വസതി കൊടുക്കുന്ന കർത്താവ്, ദരിദ്രനെ ചാരക്കുനയിൽ ഉദ്ധരിക്കുന്ന ദൈവം, ദുരിതം അനുഭവിക്കുന്ന തന്റെ ജനത്തോട് കരുണ കാണിക്കുന്ന വാത്സല്യനിധിയായ കർത്താവ്, തകർന്നവരോട് മനസ്സളിവുള്ള യേശു ക്രിസ്തു ഇതാ ദിവ്യകാരുണ്യ രൂപനായി നമ്മുടെ മധ്യത്തിൽ. ഈ നിമിഷങ്ങളിൽ ഓരോ മകനും മകളും കരങ്ങൾ ഉയർത്തി ഓരോരുത്തരും അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് ശക്തിയോടുകൂടെ കർത്താവിനെ വിളിക്കട്ടെ. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഇപ്പോൾ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ഹാലലുയ, ഹാലലുയ, ഹാലലുയ. കർത്താവെ, ഓരോ തകർന്ന വംശങ്ങളിലേക്ക് അങ്ങയുടെ ശക്തിയെ വർഷിക്കണമേ കർത്താവെ. തുടരെ തുടരെ രോഗങ്ങൾ, തുടരെ കടബാധ്യത, തുടരെ കണ്ണുനീര്, തകർച്ചകൾ, പാപബന്ധനങ്ങൾ, ദുശീലങ്ങൾ, ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ, കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ശല്യങ്ങൾ, പലതരത്തിലുള്ള പൈശാചിക പീഡകൾ, ദുരാത്മ ശല്യങ്ങൾ, ഓരോ തരത്തിലുള്ള അന്ധകാര സേനകളുടെ ഉപദ്രവങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും വീണുപോയി പ്രാർത്ഥനയില്ലാതെ, കൂദാശകളില്ലാതെ, സഭയില്ലാതെ, വിശ്വാസമില്ലാതെ തകരുന്ന കുടുംബങ്ങളിൽ നിന്ന് തകർച്ചയുടെ ശക്തികൾ, ആത്മീയ ബന്ധനങ്ങൾ തകർന്നു പോകട്ടെ, നിർവീര്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മന്ത്രവാദം, കൂടോത്രം, ആഭിചാര പ്രവർത്തനങ്ങൾ, ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ, എതിർ പ്രാർത്ഥനകൾ, എതിർ പൂജകൾ, എതിർ ക്രിയകൾ, ഇങ്ങനെയുള്ള ഓരോ എതിർ ശക്തികളുടെയും തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വൈരാഗ്യം, വെറുപ്പ്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഓരോ കുഞ്ഞിൽ നിന്നും, ഓരോ കുടുംബത്തിൽ നിന്നും ശത്രുതയുടെ കോട്ടകൾ, കന്മതിലുകൾ തകർന്നു വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവെ, ആരാധന, ആരാധന, ആരാധന. യേശുവെ, ഈ നിമിഷം അങ്ങയുടെ അത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എന്റെ ഉള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എന്റെ ഉള്ളം. എൻ്റെ പേര് ബേബി. മണലൂരിൽ നിന്ന് വരുന്നു. ഞാനിവിടെ വന്നത് രോഗസൗഖ്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. എൻ്റെ മകൻ്റെ പട്ടാണ്. അപ്പം അതിനു വേണ്ടി ഒരു ധ്യാനം കൂടാന്നുള്ളതിലാണ്. അപ്പോൾ തിങ്കളാഴ്ച സിസ്റ്റർ കൗൺസിലിംഗ് ഷെയറിങ്ങിൻ്റെ നേരത്തെ എനിക്ക് കൗൺസിലിംഗ് ആണ് തന്നത്. അപ്പം ആ സമയത്ത് സിസ്റ്റർ പറഞ്ഞു സൗഖ്യം കിട്ടുന്നുണ്ടെന്ന്. പക്ഷെ അപ്പൊ എനിക്ക് എന്ത് രോഗത്തിനാണ് സൗഖ്യം കിട്ടിയത്? ചെവി കേൾക്കാനായിട്ട്. ചെവി കേൾക്കാം. എത്ര നാളെ ചെവി കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു? 10-15 കൊല്ലത്തോളായിട്ട്. 15 വർഷത്തോളം ചെവി കേൾക്കാം. ഒട്ടും കേൾക്കില്ലായിരുന്നു? ഒട്ടുമല്ല, കുറച്ച് കേൾക്കായിരുന്നു. ഓരോ കൊല്ലം കഴിയുന്തോറും ഇങ്ങനെ കുറഞ്ഞു വരികയായിരുന്നു. 15 വർഷമായിട്ട് ചെവി കേൾവി കുറഞ്ഞു വരിക. ഡോക്ടർമാരൊക്കെ ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോ ഓപ്പറേഷൻ ചെയ്യുന്ന പ്രായം കഴിഞ്ഞ് ഇനി ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെ ഞാൻ ഇത് സൗഖ്യം കിട്ടും എന്നുള്ള പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എനിക്ക് സൗഖ്യം കിട്ടി. ഇപ്പൊ ശരിക്കും കേൾക്കാവോ? ഉവ്വ. 2 ചെവിയും കേൾക്കാവോ? ഉവ്വ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു സമിതിക്ക് സൗഖ്യം കിട്ടിയെന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് സുതിപ്പിന്റെ നേരത്തെ എനിക്ക് ചെറിയ വേദന വരും. ഇങ്ങനെ ഒരു തുള്ളി രക്തം വീഴുന്ന പോലെ തോന്നും. അപ്പൊ അങ്ങനെ ഞാൻ പറയാതെ ഇരുന്നു. പിന്നെ ഇപ്പൊ എനിക്ക് ഞാൻ പറയാം. ശരിക്കും കേൾക്കുന്നുണ്ട്. ഉവ്വ, ഞാൻ പറയാന്ന് പറഞ്ഞു. ആ പറഞ്ഞതിന് ശേഷം എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ വേദന മാറിപ്പോയി. പിന്നെ എനിക്ക് കുറച്ച് സമയം നിന്നാല് ഈ ഭാഗം ഇങ്ങനെ കാഴ്ച പോന്തോണ ഭയങ്കര വേദനയാണ്. അതൊക്കെ മാറി. അത് മാറി. കൈയടിച്ച് സ്വയം മാറ്റപ്പെടുന്ന സന്തോഷത്തോടെ. എന്തതിശയമേ ദൈവത്തി സ്നേഹം എത്ര മനോഹരമേ, അതു ചിന്തയിലടങ്ങ ചിന്തു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തി സ്നേഹം എത്ര മനോഹരമേ.